എല്ലാവർക്കും വിദ്യാതരംഗിണി ന്യൂസ് ചാനലിൻ്റെ ന്യൂസ് ഹവറിലേക്ക് ഹാർദവമായി സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഗവൺമെൻറ് യു പി സ്കൂൾ വെമ്പള്ളിയുടെ മുമ്പിലാണ്. ഇവിടെ ഇന്ന് ക്ലാസ് ലീഡർ, സ്കൂൾ ലീഡർ, പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വോട്ട് ചെയ്യാനായിട്ടൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി വിശദ വിവരങ്ങളെല്ലാം അന്വേഷിച്ച് വരാം. ഇപ്പോൾ ഇവിടെ ഒരു ക്യൂ നിൽക്കുന്നുണ്ട്. നമുക്ക് വോട്ടർമാരോട് എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചറിയാം. ഒരാൾ വോട്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. നമുക്ക് ആര് സ്കൂൾ ലീഡർ ആവണമെന്നാണ് അഭിപ്രായം? എനിക്ക് ആരായാലും നല്ലപോലെ വിദ്യാഭ്യാസവും പിന്നെ അതിനുള്ള നന്മയുള്ള കാര്യങ്ങളും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, താങ്ക് യു. ഇന്ന് ലീഡർ ഇലക്ഷനെ പറ്റി പറയാനുള്ളത്, എല്ലാവരും വോട്ട് ചെയ്യേണ്ടതാണ് ഈ പ്രായങ്ങളിൽ. സ്കൂളിലെ വോട്ടും ചെയ്യണം എല്ലാവരും. ക്ലാസ് ലീഡർ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും? എനിക്ക് ഇതിൽ ജയിക്കണമെന്നാണ് ആഗ്രഹം. ഇവിടെ ജയിച്ചിട്ട് എല്ലാവരും നോക്കി ഈ സ്കൂളിനെ നല്ലതാണെന്ന് പറയിപ്പിക്കാനാണ്. ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ എത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പ്രിസൈഡിങ് ഓഫീസറോട് ചോദിച്ചറിയാം. ബെച്ചി ടീച്ചർ, എത്ര പേര് വോട്ട് ചെയ്തു? ഏകദേശം ഒരു 50 കുട്ടികളോളം നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 65% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ. ഇപ്പം നടന്ന വാശിയേറിയ നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട് അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ആകാംക്ഷാഭരിതരായിട്ട് എല്ലാവരും നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇലക്ഷനെ പറ്റിയുള്ള അവരുടെ അഭിപ്രായമൊക്കെ ചോദിച്ചറിയാം. ശിവ, എങ്ങനെ ഉണ്ടായിരുന്നു ഇലക്ഷൻ? സൂപ്പർ. ഇലക്ഷനെ പറ്റി എന്താണ് പറയാനുള്ളത്? നല്ല ഇലക്ഷനായിരുന്നു. ആദ്യമായിട്ടാണ് മിഷീനായിട്ട് ഞാൻ വോട്ട് ചെയ്യുന്നത്. പോളിംഗ് ഓഫീസർ ആയിരുന്നല്ലോ, അപ്പോൾ എന്തായിരുന്നു അനുഭവം? നല്ലൊരു അനുഭവമായിരുന്നു. ആദ്യമായിട്ടാണ് പോളിംഗ് ഓഫീസർ ആയത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്കൂൾ ലീഡർ ആവുമെന്നാണ് നിങ്ങളുടെ ഒരു ഗസ്, ഒരു ഊഹം എന്താന്ന് പറയാമോ? അഭിമന്യു ആവുമെന്നാണ് ഞങ്ങൾക്കൊരു ഉദ്ദേശം. ഓക്കെ, ഇവരുടെ ഗസ് അഭിമന്യു ആവുമെന്നാണ് ഒരു ഗസ്. അപ്പോൾ അതെന്താവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട് ഇവിടെ പ്രഖ്യാപിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ആകാംക്ഷയായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ വേഗം തന്നെ റിസൾട്ടിലേക്ക് പോവാണ്. എല്ലാവരും വോട്ട് ചെയ്തൊന്ന് കൈപൊക്കി കാണിക്കാൻ പറ്റുമോ? അപ്പോൾ എല്ലാവരും തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ആദ്യം തന്നെ 1ാം ക്ലാസ്സിൻ്റെ ആയിരിക്കും റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത്. പാർവണിയാണ് 1ാം ക്ലാസ്സിലെ ലീഡർ. എത്ര വോട്ട് കിട്ടി? 5 വോട്ട്. ആഷ്മി ഷിബുവിന് എത്ര വോട്ട് കിട്ടിയെന്ന് അറിയണ്ടേ? 4 വോട്ട്. ജോബിൻ റനീഷ് ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അൻസിക സിനോ 12 വോട്ടുകളോടെ 4ാം ക്ലാസ്സിന്റെ ലീഡർ സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. വോട്ട് അഭിമന്യുവിന്. ജോനാഥൻ നിതിന് എത്ര വോട്ടുണ്ട്? 10 വോട്ടോടുകൂടി ജോനാഥൻ നിതിൻ 3ാം ക്ലാസ്സിന്റെ
ലീഡർ സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ദേവനന്ദന് കിട്ടിയിരിക്കുന്ന വോട്ട് 7 വോട്ട്. അഭിനവ് ബിനുവിന് 3 വോട്ടുകളും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇലക്ഷൻ്റെ ഫലം ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മുടെ ലീഡേഴ്സാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് ഓരോ ലീഡേഴ്സിനോടും ഇലക്ഷനിൽ ജയിച്ചതിൻ്റെ ആ ഒരു സന്തോഷം എങ്ങനെയാണ്, എന്താണ് തോന്നുന്നതെന്നൊക്കെ ചോദിക്കാം. ആദ്യം തന്നെ 1-ാം ക്ലാസ്സിലെ ലീഡർ പാർവണ, എന്ത് തോന്നുന്നു? ജയിച്ചപ്പോൾ സന്തോഷമായോ? അല്ല, ജയിക്കുമെന്ന് തോന്നിയായിരുന്നോ? തോന്നിയായിരുന്നു. ഇനി നമുക്ക് 2-ാം ക്ലാസ്സിലെ ലീഡർ ജോഫിനോട് ചോദിക്കാം. ജോഫിൻ, സന്തോഷമായോ? ലീഡർ ആവുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നോ? ഇനി നമുക്ക് 3-ാം ക്ലാസ്സിലെ ലീഡർ ജോനാഥനോട് ചോദിക്കാം. എന്താണ് അഭിപ്രായം ഈ പ്രാവശ്യത്തെ വോട്ടെടുപ്പിനെ കുറിച്ച്? നല്ലത്. ലീഡർ ആവുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നോ? ഇനി നമുക്ക് 4-ാം ക്ലാസ്സിലെ ലീഡറാണ് അൻസിക. അൻസികയ്ക്ക് എന്ത് തോന്നി ജയിച്ചപ്പോൾ? ലീഡർ ആവുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നോ? പ്രതീക്ഷിച്ചായിരുന്നു. പിന്നെ എനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി 5-ാം ക്ലാസ്സിലെ ലീഡർ ദേവനന്ദനാണ്. ദേവനന്ദൻ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ലീഡർ ആവുമെന്ന് ഓർത്തായിരുന്നോ? നമുക്ക് 7-ാം ക്ലാസ്സിലെ ലീഡറിനോട് ചോദിക്കാം. എനിക്കൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു, പക്ഷേ സന്തോഷമുണ്ട്. ഇനി നമുക്ക് സ്കൂൾ ലീഡറിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഇവരിൽ നിന്ന് ഒരാളായിരിക്കും സ്കൂൾ ലീഡറായിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ ഇലക്ഷനെ പറ്റി ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാമോ? ഈ ഇലക്ഷനിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇത്രയും പേരിവിടെ ജയിച്ച് അവർക്ക് നല്ലത് സംഭവിച്ചെന്ന് എനിക്ക് അഭിനന്ദനം തോന്നുന്നു. എനിക്ക് നല്ല സന്തോഷമായി. ലീഡറിനെ തെരഞ്ഞെടുക്കുന്ന ഇലക്ഷൻ നടത്തി. അതിൽ ജോനാഥന് 2 വോട്ട്, ദേവനന്ദന് 2 വോട്ട്, അങ്ങനെ ടൈ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഹെഡ് ഓഫ് ടൈൽ വെച്ച് ഇതിൽ നിന്നും സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കാൻ പോകുന്നു. ദേവനന്ദന് ഏതാ വേണ്ടേ? ഹെഡ്. ജോനാഥന് ടൈല്. അപ്പോൾ ഈ അക്ക എഴുതിയിരിക്കുന്നതാണ് ടൈല്. സംഖ്യയാണോ വന്നിരിക്കുന്നത്? 1. ഓക്കെ, ടെയിലാണ് വന്നിരിക്കുന്നത്. 1. എല്ലാവരും കണ്ടോ? സ്കൂൾ ലീഡറായിട്ട് ദേവനന്ദൻ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ. അപ്പോൾ നമ്മുടെ സ്കൂൾ ലീഡറായിട്ട് ജോനാഥൻ ഇതിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കൈകൊടി എല്ലാവരും. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ?